നമസ്കാരം, ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും വിഷു ആശംസകൾ. ആദ്യം പ്രധാന വാർത്തകൾ. പ്രതീക്ഷകളെ കണിക്കാഴ്ചയിലൊരുക്കി മലയാളികൾ വിഷു ആഘോഷിച്ചു. കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്രത്തിൽ വിഷുപൂരം ആഘോഷിച്ചു. അന്തിക്കാട് ഹൈസ്കൂളിനും KGM LP സ്കൂളിനും സമീപത്ത് റോഡ് തകർന്നതുമൂലം അപകടം പതിവായി. വാർത്തകൾ വിശദമായി. സമൃദ്ധിയുടെ നല്ല കാലത്തെ വരവേൽക്കാൻ കണി കണ്ടും കൈനീട്ടം നൽകിയും വിഷു ആഘോഷത്തിന് തുടക്കമായി. വരും വർഷത്തെ പ്രതീക്ഷകളെ കണിക്കാഴ്ചയിൽ ഒരുക്കിയാണ് മലയാളികൾ വിഷുവിനെ സ്വീകരിച്ചത്. പൂത്തിരി കത്തിച്ചും പടക്കം പൊട്ടിച്ചും ആചാരങ്ങൾക്കൊപ്പം ആഘോഷവും ഇഴചേർന്നു. പുത്തനാണ്ടിന് ഐശ്വര്യമേകാൻ പ്രകൃതിയിലെ വിഭവങ്ങൾ ചേർത്തുവെച്ചാണ് വിഷുക്കണി ഒരുക്കിയത്. വിഷുസദ്യയ്ക്കുള്ള വിഭവങ്ങൾ അകത്തളങ്ങളിൽ രുചിഗന്ധം പരത്തുമ്പോഴേക്കും വീടുകളിലെ ആഘോഷം പോസ്റ്റുകളായും റീൽസുകളായും ഓൺലൈനിൽ നിറഞ്ഞു. കഷ്ടപ്പാടുകൾക്കിടയിലും സ്വപ്നം കാണാൻ പഠിപ്പിച്ച വിഷു വരുംകാലത്തിൻ്റെ പ്രതീക്ഷയാണ്. പ്രകൃതി സമ്പത്ത് പങ്കുവയ്ക്കപ്പെടേണ്ടതാണെന്ന ആശയമാണ്. കാലം പോകെ ആചാരങ്ങളും ആഘോഷങ്ങളും മാറിയിട്ടുണ്ട്. കൂട്ടായ്മയുടെ ഒത്തൊരുമയുടെ മാറ്റോടെ തുടരുകയാണ് മാറ്റമില്ലാത്ത വിഷു. ശ്രീനാരായണ ഗുരുദേവൻ ദീപപ്രതിഷ്ഠ നടത്തിയ കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്രത്തിൽ 106ാമത് വിഷുപൂരം ആഘോഷിച്ചു. ഉത്സവ ദിവസം രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, കലശപൂജ, നവകം, തുടർന്ന് ശീവേലി, കലശാഭിഷേകം എന്നിവ നടത്തി. ചടങ്ങുകൾക്ക് സമാജം മേൽശാന്തി സിജിത് ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് 6:30 ഗജവീരന്മാരെ അണിനിരത്തി കേളത്ത് സുന്ദരന്മാരാരുടെ നേതൃത്വത്തിൽ 100 വാദ്യ കലാകാരന്മാരുടെ മേളത്തോടുകൂടിയ കൂട്ടി എഴുന്നള്ളിപ്പ്, തുടർന്ന് അത്താഴപൂജ, കേളി, പറ്റ്, തായമ്പക എന്നിവയും ഉണ്ടായിരുന്നു. ശ്രീനാരായണ ഗുപ്ത സമാജം ഭരണസമിതി അംഗങ്ങളായ പ്രസിഡന്റ് ബിജു ഒല്ലേക്കാട്ട്, ജനറൽ സെക്രട്ടറി ശശിധരൻ കൊട്ടേക്കാട്ട്, ട്രഷറർ വേണുഗോപാലൻ ചേർത്തേടത്ത്, വൈസ് പ്രസിഡന്റ് സാജൻ കൂട്ടാല, സെക്രട്ടറി രതീഷ് കൂനത്ത്, സുഗതൻ തൊപ്പിയിൽ, അഡ്വക്കേറ്റ് TR ശിവൻ, PA ജയപ്രകാശ്, ജോഷി എരണയെഴുത്ത്, സുധീർലാൽ കിഴക്കോട്ട്, വത്സരാജ് കുന്നത്തുള്ളി, സെൻ കല്ലാറ്റ്, ദിലീപ് മുത്തേടത്ത്, സോണി പൊറ്റേക്കാട്ട്, പ്രദീപ് മാസ്റ്റർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. അന്തിക്കാട് പൊതുമരാമത്ത് റോഡിൽ അന്തിക്കാട് ഹൈസ്കൂളിനും KGM LP സ്കൂളിനും സമീപത്തായി ഏതാനും മീറ്ററോളം റോഡ് തകർന്നതുമൂലം യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് പതിവായി. 2 വിദ്യാലയങ്ങൾക്ക് സമീപത്തായി റോഡ് തകർന്നത് പൊതുമരാമത്ത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നുവെങ്കിലും അറ്റകുറ്റപ്പണി ചെയ്ത് റോഡ് സഞ്ചാരയോഗ്യമാക്കിയില്ലെന്ന് ആക്ഷേപമുണ്ട്. ചെറിയ മഴ പെയ്താൽ പോലും തകർന്ന റോഡിലെ കുഴികളിൽ വെള്ളം നിറയും. വെള്ളക്കെട്ടിനടിയിൽ കുഴിയുണ്ടെന്നറിയാതെ നിരവധി ഇരുചക്രവാഹന യാത്രക്കാരാണ് അപകടത്തിൽപ്പെട്ടതെന്ന് പരിസരവാസികളായ കച്ചവടക്കാർ പറയുന്നു. ഇതിനു പുറമെ കാഞ്ഞാണി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ റോഡിലെ കുഴി ഒഴിവാക്കി പോകാനായി ഇടതുഭാഗത്തേക്ക് കൂടുതൽ ചേർത്തെടുക്കുന്ന മൂലം റോഡിൻ്റെ കിഴക്ക് ഭാഗത്തെ പഞ്ചായത്ത് റോഡിൽ നിന്ന് വരുന്ന ഇരുചക്ര വാഹന യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്.
ജാതിവെറിയുടെ ഭാഗമായി കണ്ണൂർ അഞ്ചരക്കണ്ടിയിലെ സ്വകാര്യ ദന്തൽ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്തതിൽ പ്രതിഷേധിച്ച് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അന്തിക്കാട് മേഖലയുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞാണി സെന്ററിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. നിതിൻ രാജിന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കുക, നിതിൻ രാജിന്റെ കൊലയാളികളെ തുറങ്കിലടയ്ക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി KM ഗോപിദാസൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് VB കൈലാസൻ അധ്യക്ഷത വഹിച്ചു. മേഖലാ കമ്മിറ്റി അംഗം സുഗില മോഹനൻ, മേഖലാ ട്രഷറർ KA അജീഷ് എന്നിവർ സംസാരിച്ചു. മണപ്പുറം വയോജന ക്ഷേമ സമിതി ചാരിറ്റബിൾ സൊസൈറ്റി തൃപ്രയാറും അംബേദ്കർ പ്രോഗ്രസീവ് കൾച്ചറൽ ഫോറവും സംയുക്തമായി ബാബാ സാഹിബ് അംബേദ്കറുടെ 156-ാം ജന്മദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സമിതി രക്ഷാധികാരി PK സുഭാഷ് ചന്ദ്രൻ മാസ്റ്റർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നാട്ടിക ശ്രീനാരായണ ഹാളിൽ നടന്ന ചടങ്ങിൽ സമിതി ചെയർമാൻ ലാൽ കച്ചില്ലം അധ്യക്ഷനായി. വിഷുവിന് ഒരു കൈത്താങ്ങായി നിർധനരായ വയോജനങ്ങൾക്ക് ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ ഭക്ഷ്യധാന്യ കിറ്റ് വിതരണ ഉദ്ഘാടനം സമിതി എക്സിക്യൂട്ടീവ് അംഗം സബിത സുനിൽ നിർവഹിച്ചു. സമിതി അംഗം ഷാനവാസ് KH, അശോകൻ കാളക്കൊടുവത്ത്, നാട്ടിക NDSP സെക്രട്ടറി സുഹാസ് ചെമ്പിപ്പറമ്പിൽ, മോഹനൻ കാളക്കൊടുവത്ത്, ബിജോയ് PS എന്നിവർ സംസാരിച്ചു. നമുക്ക് ആ പുസ്തകം വായിച്ചാൽ അറിയാൻ സാധിക്കും. അംബേദ്കർ ജീവിച്ചിരുന്നതിൻ്റെ ഫലമാണ് വാസ്തവത്തിൽ ഇന്ന് നമ്മളൊക്കെ ഇത്തരത്തിൽ നല്ല കുടുംബം ധരിച്ച് നടക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയത്. ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന എഴുതിയുണ്ടാക്കിയത് ഡോക്ടർ അംബേദ്കറാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് നടന്നത്. അത് നടക്കുമ്പോൾ തന്നെ അത് ഏറ്റവും താഴെ കിടയിലുള്ള ജനങ്ങളെ, പട്ടികജാതി വർഗ പിന്നോക്ക സമുദായങ്ങളെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി ആണ് പ്രത്യേക ഭരണഘടനയിൽ എഴുതി ചേർത്തത്. അതിൻ്റെ ഫലമായിട്ടാണ് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും നാളായിട്ടും നമുക്കൊക്കെ ഈ രീതിയിൽ നടക്കാൻ കഴിയുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിഷു ആഘോഷം കാരുണ്യയിലെ അമ്മമാർക്കൊപ്പം ആഘോഷിച്ചു. കാരുണ്യ വൃദ്ധസദനത്തിൽ നടന്ന വിഷു ആഘോഷം ചേർപ്പ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷൈജു സായിറാം അമ്മമാർക്ക് വിഷു കൈനീട്ടവും കണിക്കൊന്ന പൂവും നൽകി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ പോൾ പുലിക്കോട്ടിൽ, പ്രമോദ് കണിമംഗലത്ത്, ഡെയ്സി പോൾസൺ, അലി സഗീർ, രേണുക റിജു, ബിജു താണിക്കൽ, സലീഷ് കരിപ്പാറ എന്നിവർ സംസാരിച്ചു. അമ്മമാരുടെ ഗാനാലാപനവും നടത്തി. ഞാനൊരു കാര്യം ഉറപ്പ് നൽകുകയാണ്, എനിക്ക് ബേക്കറി മേഖലയാണ്. അപ്പോൾ പലഹാരങ്ങൾക്ക് തിന്നാനായിട്ട് താല്പര്യമുള്ള അമ്മമാരുണ്ടെങ്കിൽ ചേച്ചി ധൈര്യമായിട്ട് വിളിച്ചോ. ഏതാണ് കഴിക്കാമെന്ന് എനിക്കറിയില്ല ഇവർ. അപ്പോൾ എന്ത് വേണമെങ്കിലും അതിൽ എത്തിക്കാനുള്ള സൗകര്യം ഞാൻ ചെയ്തു തരും. പിന്നെ എന്ത് കാര്യത്തിനും ബന്ധപ്പെടാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഉറപ്പ് ഞാൻ ഇവിടെ വെച്ച് നിങ്ങൾക്ക് നൽകുകയാണ്. എല്ലാവരും ഗുണപ്പാടെന്ന് കരുതണം. നമ്മൾ തന്നെയാണ് ഉണ്ടാകും. അപ്പോൾ എല്ലാവർക്കും ഒരു വിശ്വാസംസ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ബിൽടെക് തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം. കമ്മീഷൻ ഇല്ലാതെ ഏറ്റവും വിലക്കുറവിൽ ഫിക്സഡ് പ്രൈസിൽ വീട് പണിക്ക് ആവശ്യമായ എല്ലാവിധ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ബാത്റൂം ഫിറ്റിംഗ്സ്, കിച്ചൺ സിങ്ക്സ്, വാർഡ്രോബ്സ്, മോഡുലാർ കിച്ചൺ, സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ഹാർഡ്വെയർസ് ആൻഡ് ഡോർ ലോക്സ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻഡ് PVC വാട്ടർ ടാങ്ക്സ്, ജനറൽ ഹൗസ് ഹോൾഡ് തുടങ്ങി നിരവധി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഒരേ കുടക്കീഴിൽ അതീവ വിലക്കുറവിൽ ലഭ്യമാകുന്നു. തൃപ്രയാർ പോളി ജംഗ്ഷനിലുള്ള ബിൽടെക്കിന്റെ ഓൾ ഇൻ വൺ ഹാർഡ്വെയർ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. ബിൽടെക് തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം. വേണാട് ഫിനാൻസിൽ നിങ്ങളുടെ സ്വർണ്ണത്തിന് ഇരട്ടി മൂല്യം വരെ ലഭിക്കാവുന്ന അടിപൊളി ഗോൾഡ് ലോൺ സ്കീമുകളുണ്ട്. കൂടാതെ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പലിശയും ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ലഭിക്കാവുന്ന ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകളും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.
മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാടാനപ്പള്ളി, തൃപ്രയാർ ഷോറൂമുകളിൽ വിഷു, അക്ഷയ തൃതീയ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1,00,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. സാധാരണക്കാരുടെ സ്വർണ്ണാഭരണ സ്ഥാപനം AG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്, ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. കരയമുട്ടം വിവേകാനന്ദ സേവാ കേന്ദ്രവും വലപ്പാട് സേവാഭാരതി പ്രവർത്തകരും വിഷുദിനത്തിൽ വലപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിൽ രോഗികൾക്കും ആരോഗ്യ പ്രവർത്തകർക്കും ആയി സദ്യയൊരുക്കി. കഴിഞ്ഞ 18 വർഷമായി നിത്യവും വലപ്പാട് ആശുപത്രിയിൽ സ്നേഹസ്വാന്തനം എന്ന പേരിൽ നടത്തുന്ന നിത്യ അന്നദാനത്തിൻ്റെ ഭാഗമായാണ് വിശേഷാൽ ദിനങ്ങളിൽ നടത്തുന്ന സദ്യ. ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റഹീന ആദ്യ സദ്യ വിളമ്പി. വലപ്പാട് സേവാഭാരതി പ്രസിഡന്റ് സുധീർ ദാസ് അധ്യക്ഷത വഹിച്ചു. പ്രദീപ് MD, നോഫ് ടീച്ചർ, മെമ്പർ രശ്മി ഷിജോ, സേവാകേന്ദ്രം സെക്രട്ടറി ഷിജോ, ജോയിന്റ് സെക്രട്ടറി ഗിരീഷ് C, NS പ്രജീഷ് ശാന്തി എന്നിവർ സംസാരിച്ചു. ആശുപത്രി ജീവനക്കാരും രോഗികളും കുടുംബാംഗങ്ങളും സദ്യയിൽ പങ്കുചേർന്നു. നാട്ടിക ലോ റൈറ്റ് കാറ്ററേഴ്സാണ് ഭക്ഷണം സ്പോൺസർ ചെയ്തത്. പ്രവർത്തകരായ ഷാലി VJ, അനിൽ P, സജീഷ് KD, ഗോകുൽ NV, CG സോമസുന്ദരം, സുമേഷ് EV, വിഷ്ണു പവിത്രൻ, രാഹുൽ കൊണ്ടിയാറ, അഖിൽ, നീതു എന്നിവർ നേതൃത്വം നൽകി. ഇവിടെ രോഗികളായിട്ട് നിൽക്കുന്ന ആളുകളെല്ലാം തന്നെ അറിയാം, വീട്ടിൽ വിഷു ആഘോഷിക്കാൻ പറ്റാതിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്ക് എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും വീട്ടിൽ കൂടേണ്ടവരാണ്. പക്ഷെ ഇന്ന് നമ്മളിവിടെ കൂടിയെങ്കിലും ഞങ്ങൾ വിവേകാനന്ദ സേവാകേന്ദ്രം സേവാഭാരതി കഴിഞ്ഞ 17 വർഷക്കാലമായിട്ട് ഇവിടെ ഓണം, വിഷു ദിവസങ്ങളിലെല്ലാം തന്നെ വിശേഷപ്പെട്ട ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടാകാറുണ്ട്. എല്ലാ ദിവസവും നടത്തുന്ന അന്നദാനത്തിൻ്റെ ഭാഗമാണ് ഈ വിഷു സദ്യയും. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എത്രയും പെട്ടെന്ന് സുഖമുണ്ടായിട്ട് വീട്ടിൽ ചെന്ന് എല്ലാവരോടും കൂടെ സകുടുംബം എല്ലാ കാര്യങ്ങളും പങ്കെടുക്കാൻ സാധിക്കുമാറാകട്ടെ എന്നുകൂടി ഈ വേളയിൽ പ്രാർത്ഥിക്കുകയാണ്. ദിനത്തിൽ നൽകാനുള്ള ഈ ഭക്ഷണം തയ്യാറാക്കി നൽകിയിട്ടുള്ളത് നാട്ടികയിലെ ലോറൈറ്റ് കാറ്ററിംഗ് യൂണിറ്റാണ്. എല്ലാവർക്കും വേണ്ടി ലോറൈറ്റ് കാറ്ററിംഗ് യൂണിറ്റിനോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. തൃപ്രയാർ ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിൽ വിഷു ആഘോഷം നടന്നു. ഇഷാര ഗോൾഡ് ചെയർമാൻ രാജൻ ചെമ്പാറ എല്ലാ സ്റ്റാഫ് അംഗങ്ങൾക്കും വിഷു കൈനീട്ടവും വിഷു ആശംസകളും നേർന്നു. ഇഷാര ഗോൾഡ് MD സാഗർ പോട്ടയിൽ എല്ലാ മാന്യ കസ്റ്റമേഴ്സിനും വിഷു ആശംസകൾ നേർന്നു.
ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിന്റെ എല്ലാ മാന്യ ഉപഭോക്താക്കൾക്കും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് മാനേജ്മെന്റ് സ്റ്റാഫിന്റെ ഹൃദയം നിറഞ്ഞ സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും വിശ്വാസങ്ങൾ. ഇഷാര ഗോൾഡ് PRO ഉബൈദു, ഷോപ്പ് മാനേജർ ജിൻസൺ മംഗലം എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് വിഷുസദ്യയും കലാപരിപാടികളും നടന്നു. തൃപ്പയാർ ശ്രീവത്സം കാറ്ററിംഗ് വിഷു സദ്യയ്ക്കായി വൻ തിരക്ക്. വിഷുസദ്യ വാങ്ങാനായി പുലർച്ചെ മുതൽ വൻ തിരക്കാണ് ശ്രീവത്സം കാറ്ററിംഗിൽ അനുഭവപ്പെട്ടത്. 5 തരം പായസം, വിവിധ തരം കറികൾ അടങ്ങിയ വിഷുസദ്യയാണ് ശ്രീവത്സം കാറ്ററിംഗ് MD MG ശ്രീവത്സന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിരുന്നത്. പാചകവാതകത്തിന്റെ ക്ഷാമം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നും വിറകിലാണ് മുഴുവൻ ഭക്ഷണവും പാചകം ചെയ്തതെന്നും ശ്രീവത്സൻ പറഞ്ഞു. എല്ലാവർക്കും വിഷു ആശംസകളും MG ശ്രീവത്സൻ നേർന്നു. എല്ലാവർക്കും തൃപ്രയാർ ശ്രീവത്സം കാറ്ററിങ്ങിൻ്റെ വിഷു ആശംസകൾ നേർന്നുകൊള്ളുന്നു. സാധാരണ വിട്ട് ഇപ്രാവശ്യം എനിക്കെന്നല്ല, കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ കാറ്ററിംഗുകാർക്കും വളരെ ദുരിതം അനുഭവിക്കേണ്ടി വന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ. കാരണം യുദ്ധ ഭീഷണിയും യുദ്ധക്കെടുതിയും കാരണം ഗ്യാസിൻ്റെ അധികം ശ്രമകരമായ ഉള്ള ബുദ്ധിമുട്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്രാവശ്യം ഈ കാറ്ററിംഗ് ജോലി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എന്നിരുന്നാലും വിറകൊക്കെ കൂട്ടി ഈ നമ്മൾ സാധാരണ ചെയ്യുന്ന മാതിരി വിഷു അതിഗംഭീരമായിട്ട് ചെയ്യാൻ സാധിച്ചു. സാധാരണ മാതിരി തിരക്കുകളുണ്ട്. പല കാറ്ററിംഗ് യൂണിറ്റുകളും ഗ്യാസ് കിട്ടാത്തതിൻ്റെ പേരിൽ തന്നെ ഈ ഇപ്രാവശ്യത്തെ വിഷുവിൻ്റെ സദ്യകൾ കൊടുക്കാത്തതിൻ്റെ പേരിൽ അതിൽ ഇപ്രാവശ്യം കൂടുതൽ തിരക്കാണ് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളതിനനുസരിച്ചൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. വളരെ എല്ലാവർക്കും വീണ്ടും വിഷുവാശംസകൾ നേർന്നു. ഇനി വാണിജ്യം. അന്തിക്കാട് സെലിബ്രേഷൻ ഓഡിറ്റോറിയത്തിൽ 2026 ഏപ്രിൽ 14 മൾട്ടി വെൽത്ത് ക്യാപിറ്റലിന്റെ 5ാം സ്ഥാപക ദിനാഘോഷം വിപുലമായ പരിപാടികളോടുകൂടി സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി പ്രാർത്ഥനാ നൃത്തവും കമ്പനിയെക്കുറിച്ചുള്ള വീഡിയോ അവതരണവും നടന്നു. ക്യാപിറ്റൽ ഡയറക്ടർ അനു PS അധ്യക്ഷത വഹിച്ചു. ഏതൊരു സ്ഥാപനത്തിനും അതിന്റെ 5 വർഷം ഒരു ബാലാരിഷ്ടതയുണ്ട്. ഞങ്ങൾ ആ ബാലാരിഷ്ടത കഴിഞ്ഞതിന്റെ സന്തോഷം ഞങ്ങളുടെ മുഖത്ത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഞങ്ങളുടെ ബാലാരിഷ്ടത കഴിഞ്ഞു. തീർച്ചയായിട്ടും ഇനി വളർച്ചയുടെ അടുത്ത സ്റ്റെപ്പാണ്. ഏതൊരു മഹാൻ പറഞ്ഞ പോലെ ഒരു വലിയ മലയിലേക്ക്, ഒരു എവറസ്റ്റിലേക്ക് കീഴടക്കാൻ വേണ്ടി ഒരു വ്യക്തി തയ്യാറെടുക്കുമ്പോൾ ആ എവറസ്റ്റിന്റെ ഏറ്റവും തുഞ്ചത്തേക്ക് നോക്കാതെ ഏറ്റവും തൊട്ടടുത്ത സ്റ്റെപ്പില് കാല് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ഉദ്യമം. ഞങ്ങൾ കഴിഞ്ഞ 5 വർഷമായിട്ടും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യമായിട്ടുള്ള സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് അതിലേക്കല്ല ഞങ്ങൾ നോക്കുന്നത്. അടുത്ത സ്റ്റെപ്പ്, നെക്സ്റ്റ് മൂവ്മെന്റ് എന്ത് ചെയ്യാം എന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ന് വളരെ സംതൃപ്തിയോടുകൂടിയാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൃഷ്ണകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ത്രിമൂർത്തികളെ കുറിച്ചാണ് പറഞ്ഞത്. 3 ചെറുപ്പക്കാരാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ത്രിമൂർത്തികൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഐതിഹ്യത്തിൽ സൃഷ്ടി സ്ഥിതി സംഹാരമാണ്. ഞാൻ ഈ ത്രിമൂർത്തികളുടെ അവരുടെ പ്രക്രിയയിൽ ഒരെണ്ണം കട്ട് ചെയ്യാൻ ആഗ്രഹിക്കുക. സൃഷ്ടിയും സ്ഥിതിയും മതി, സംഹാരം വേണ്ട. സൃഷ്ടിയും സ്ഥിതിയും പരിപാലിച്ചുകൊണ്ട് ഒരു നാടിൻ്റെ പൊതുഘടനയിൽ സ്വാധീനം ചെലുത്താൻ കഴിയുമ്പോഴാണ് ഒരു നല്ല സംരംഭമായി മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഈ നാടിൻ്റെ സാമ്പത്തിക ക്രയവിക്രയ മേഖലകളിൽ ഇടപെട്ടുകൊണ്ട് വളരെ പുരോഗതിയിലേക്ക് പോകുന്നൊരു സംവിധാനം തീർച്ചയായിട്ടും ഒരു പഞ്ചായത്ത് ഭരണാധികാരി എന്ന നിലയിൽ ഞങ്ങളും സാഗൂതം വീക്ഷിക്കുന്നുണ്ട്.
കമ്പനിയിൽ 5 വർഷം പൂർത്തിയാക്കിയ ജീവനക്കാരെ ആദരിക്കുന്നതിനായി മൊമെന്റോ വിതരണം നടത്തി. കൂടാതെ സമൂഹ സേവനത്തിന്റെ ഭാഗമായി ചാരിറ്റി സഹായ വിതരണവും നടന്നു. പരിപാടിയിൽ 5-ാം വാർഡ് മെമ്പർ ശാലിനി, CPM ഏരിയ കമ്മിറ്റി മെമ്പർ AV ശ്രീവത്സൻ, കോൺഗ്രസ് അന്തിക്കാട് മണ്ഡലം പ്രസിഡന്റ് KV രാജീവ്, BJP അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് രാഗി പ്രദീപ്, ലയൺസ് ക്ലബ് ഭാരവാഹി ഹരിദാസ്, JCI തൃപ്പയാർ ഭാരവാഹി സിദേശ്, മൾട്ടിവെൽത്ത് ക്യാപിറ്റൽ അഡ്വൈസറി ബോർഡ് മെമ്പർ അരവിന്ദാക്ഷൻ, UAE അന്തിക്കാട് അസോസിയേഷൻ കൺവീനർ മോഹനൻ TV എന്നിവർ ആശംസകൾ അറിയിച്ചു. തുടർന്ന് 2026 മാർച്ച് മാസത്തിലെ മികച്ച പ്രകടനത്തിനുള്ള ട്രോഫികൾ സ്റ്റാഫുകൾക്ക് വിതരണം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി ഭാഗ്യക്കുറി നറുക്കെടുപ്പും സാംസ്കാരിക പരിപാടികളും സംഘടിപ്പിച്ചു. മൾട്ടിവെൽത്ത് ക്യാപിറ്റൽ ഡയറക്ടർ രാഹുൽ S. മേനോൻ നന്ദി രേഖപ്പെടുത്തി. പങ്കെടുത്തവർക്കായി സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. സാധാരണ മൈക്ക് കാണുന്ന സമയത്ത് എനിക്ക് നല്ല വിറവിൽ വരുന്നതാണ്. ഏത് സ്റ്റേജിൽ ചെല്ലുന്ന സമയത്തും ഇതുണ്ടാവാറുണ്ട്. പക്ഷെ ഇന്ന് എനിക്കത് ഉണ്ടായിട്ടില്ല. കാരണം എൻ്റെ ഫാമിലി മെമ്പേഴ്സാണ് എൻ്റെ ചുറ്റിലിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ഇതുണ്ടായിട്ടില്ല. UGS ഗോൾഡ് ലോണിന്റെ ഏറ്റവും പുതിയ ശാഖ വാടാനപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിച്ചു. സ്വർണ്ണപ്പണയ രംഗത്ത് സുതാര്യതയും വിശ്വാസ്യതയും മുഖമുദ്രയാക്കിയ UGS ഗോൾഡ് ലോണിന്റെ പുതിയ വാടാനപ്പള്ളി ശാഖ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു ധനകാര്യ സ്ഥാപനത്തിന്റെ ശാഖകൾ പല സ്ഥലത്തായി ശാഖകൾ തുടങ്ങാന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വിശ്വാസ്യതയും സുതാര്യതയും ഒക്കെയാണ് കാണിക്കുന്നത്. ഈ നല്ല രീതിയിലുള്ള ഈ പ്രവർത്തനത്തിന് ഈ UGS ഗ്രൂപ്പിന്റെ മാനേജ്മെന്റിനും സ്റ്റാഫിനും അഭിനന്ദനം അറിയിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഈ പ്രദേശത്തെ കുടുംബങ്ങൾക്ക്, കച്ചവടക്കാർക്ക് എല്ലാവർക്കും ഒരു സാമ്പത്തിക പിന്തുണ ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇനിയും ഈ സ്ഥാപനം നല്ല രീതിയിൽ വിശ്വാസ്യതയോടെ പ്രവർത്തിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് വാടാനപ്പള്ളിയിലെ UGS ഗ്രൂപ്പിൻ്റെ പുതിയ ശാഖ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കും. ജില്ലാ പഞ്ചായത്ത് അംഗം സജിത കുർണി ക്യാഷ് കൗണ്ടർ ഉദ്ഘാടനം ചെയ്തു. UGS ഗോൾഡ് ലോൺ മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട്, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CM നൌഷാദ്, വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗം റിജീന രാജു, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഹസീന താജുദ്ദീൻ, ഷൈന മുഹമ്മദ്, കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ദീപൻ മാഷ്, CPI ലോക്കൽ സെക്രട്ടറി അനിത് കുമാർ ആന്തുംപറമ്പിൽ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് PA സിദ്ദിഖുൽ അക്ബർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അബ്ദുൽ ജബ്ബാർ അറയ്ക്കൽ, വാടാനപ്പള്ളി NSS പ്രസിഡന്റ് ഗോപകുമാർ K, UGS ജനറൽ മാനേജർ അഭിലാഷ് പാലാട്ട്, UGS ബ്രാഞ്ച് മാനേജർ നിഖിൽ ജോൺ എന്നിവർ ചടങ്ങിൽ സന്നിധരായി. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി ആവേശകരമായ ക്യാഷ് ചലഞ്ച് ഓഫറും ഉണ്ടായിരുന്നു. ക്യാഷ് ചലഞ്ച് ഓഫറിൻ്റെ ഉദ്ഘാടനം പ്രശസ്ത ഗായിക അനാർക്കലി മരക്കാർ നിർവഹിച്ചു. തുടർന്ന് അനാർക്കലി മരക്കാർ നയിച്ച ലൈവ് മ്യൂസിക് ഷോയും അരങ്ങേറി. വാടാനപ്പള്ളി നിവാസികൾക്ക് ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ വേഗത്തിലുള്ള സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമാക്കുകയാണ് UGS ഗോൾഡ് ലോണിന്റെ ലക്ഷ്യമെന്ന് MD അജിത് പാലാട്ട് പറഞ്ഞു. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലുള്ളത് കർഷകരാണ്. കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം നൽകുന്ന സ്വർണ്ണപ്പണയ വായ്പകൾ ഇന്ന് ധനകാര്യ മേഖലയിൽ ഒട്ടനേകം പ്രതിസന്ധികളും പ്രശ്നങ്ങളും വാർത്തകളും ന്യൂസുകളും ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു പോവുകയാണ്. നമ്മൾ കസ്റ്റമേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യുന്ന അവരവരുടെ
ഹാർഡ് വർക്ക് ചെയ്ത് അവർ ഏൺ ചെയ്യുന്ന മണി, ക്യാഷ് ഇതുപോലുള്ള സ്ഥാപനങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിക്കുമ്പോൾ നമ്മളത് നല്ല രീതിയിൽ അല്ലേ റീഇൻവെസ്റ്റ് ചെയ്ത് അവർക്ക് ആവശ്യമുള്ളപ്പോൾ അത് തിരിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ റിട്ടേൺസ് തിരിച്ചു കൊടുക്കാൻ എന്താണ് ബാധ്യസ്ഥരാണ് അല്ലേ, നമ്മൾ റെസ്പോൺസിബിൾ ആണ്. നമ്മുടെ സ്ഥാപനം അത്തരത്തിൽ നല്ല രീതിയിലുള്ള നിക്ഷേപങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ സ്വീകരിക്കുന്നുണ്ട്. അത് മാക്സിമം റീഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ ഈ സ്ഥാപനത്തിൻ്റെ പേര് പോലെ തന്നെയാണ് ഗോൾഡ് ലോൺ. ഗോൾഡ് ലോണിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സിൻ്റെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫണ്ട് എന്ത് ചെയ്യുന്നത്, റീഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമുക്കറിയാം ഗോൾഡിന് ഏറ്റവും വലിയ അല്ലെ ഒരു സെക്യൂർഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ സെക്യൂർഡ് ലോണാണെന്ന് പറയാം. സുതാര്യമായ ഇടപാടുകളിലൂടെയും മികച്ച സേവനങ്ങളിലൂടെയും പ്രദേശത്തെ സാമ്പത്തിക മേഖലയിൽ പുതിയ മുന്നേറ്റം കൊണ്ടുവരാൻ ഈ പുതിയ ശാഖ സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതീക്ഷകളെ കണിക്കാഴ്ചയിലൊരുക്കി മലയാളികൾ വിഷു ആഘോഷിച്ചു. കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്രത്തിൽ വിഷുപൂരം ആഘോഷിച്ചു. അന്തിക്കാട് ഹൈസ്കൂളിനും KGM LP സ്കൂളിനും സമീപത്ത് റോഡ് തകർന്നതുമൂലം അപകടം പതിവായി. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.